അങ്ങനെ ഈ വർഷത്തെ അവസാനത്തെ ചക്ക നമ്മിത ഇന്ന് വെക്കാൻ വേണ്ടിയിട്ട് പോവേന്നേ. ഇന്നലെ കൊത്തിയ ചക്കയിൽ പകുതി ചോള അമ്മ കൊട്ടയിൽ കെട്ടിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിനി. കൊട്ടയിൽ കെട്ടിയിട്ട് ഫ്രിഡ്ജിൽ ചക്ക ഇതുപോലെ വെച്ച് കഴിഞ്ഞാലേ കുറേ ദിവസം കേടുകൂടാണ്ട് നിൽക്കും. ഇനി കൊട്ടയിൽ കെട്ടിയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ചൊളിയും ഇല്ല ചക്കയും ഇല്ല കേട്ടാ. അങ്ങനെ ഇതാ കുരുവെല്ലാം ഒന്ന് നന്നാക്കി വെച്ച് കഞ്ഞിയും കുടിച്ച് കുത്തിയിരിക്കാന്ന് വിചാരിച്ചിരിക്കുമ്പോൾ അന്ന് കറക്റ്റ് സമയത്ത് അച്ഛൻ്റെ വിളി വന്നത്, ചെറിയൊരു പണിയുണ്ട്, നീ വേഗം റെഡി ആയിട്ട് വാന്ന്. അങ്ങനെ അമ്മ റെഡി ആയിട്ട് പണിക്ക് പോയി. പിന്നെ ചക്കപ്പണി ഞാനങ്ങ് ഏറ്റെടുത്തു. ആദ്യം തന്നെ ചക്കക്കുരു നല്ലപോലെ കഴുകിയിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന്റെ മുകളിലേക്കായിട്ട് ചക്കച്ചൊളിയും നല്ലപോലെ കഴുകിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനില്ലേ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നു. പിന്നെ നമ്മളെ എരുക്കനുസരിച്ച് മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒരു 2 വിസിൽ അടിച്ചെടുത്ത് കഴിഞ്ഞാൽ ആദ്യത്തെ പരിപാടി കഴിഞ്ഞു. സാധാരണ കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് തേങ്ങയും വെളുത്തുള്ളിയും ചതച്ചിടലാന്ന് പതിവ്. കുരുമുളക് പൊടിക്ക് പകരം തേങ്ങയും പച്ചമുളകും വെളുത്തുള്ളിയും ജീരകവും മഞ്ഞൾപ്പൊടിയും എല്ലാം കൂടി ഒന്ന് ഒതുക്കിയിട്ട് ചേർക്കാന്ന് വിചാരിച്ചു. ഉണ്ടാക്കുന്ന രീതിയിൽ നിന്ന് മാറ്റി പിടിച്ചു കഴിഞ്ഞാൽ കഴിക്കാനും നല്ലൊരു ഇഷ്ടം ഉണ്ടാവും. 2 വിസിലങ്ങ് അടിച്ചെടുക്കുമ്പോഴത്തേനും നമ്മളെ ചക്കി നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മ അതാ ഒതുക്കിയെടുത്ത് അരപ്പും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി എടുക്കുമ്പോൾ തന്നെ നല്ലൊരു മണം വരാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ വെളിച്ചെണ്ണ നല്ലപോലെ ചൂടാകുമ്പോൾ അതിലേക്ക് കടുകും വറ്റൽമുളകും കറിവേപ്പിലയും എല്ലാം കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് താളിച്ചിട്ട് ചക്കയിലേക്ക് ചേർത്ത് കൊടുത്തു. ചക്ക റെഡിയായിട്ട് ഞാൻ ആദ്യം വിളിച്ചത് അമ്മേനെയാണ് കേട്ടോ. അമ്മ പണിസ്ഥലത്ത് നിന്ന് ചോറ് കഴിച്ചിട്ടേ വരുള്ളൂ എന്ന് പറഞ്ഞപ്പം ഞാനൊരു പാത്രത്തിലേക്ക് നല്ല ചൂട് ചക്കി എടുത്ത് നല്ല മീൻ വറ്റിച്ചത് ഉണ്ടായിന് കേട്ടാ, കുഞ്ഞയില വറ്റിച്ചത്, അതും അതിൻ്റെ ചാറും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിന് കേട്ടാ. മീനും ചക്കയും എപ്പോഴും നല്ല കോമ്പിനേഷനല്ലേ, അതേപോലെ ചക്കയും ചിക്കനും നല്ല കോമ്പിനേഷനല്ലേ. ചക്കേൻ്റെ കൂടെ എന്നാ നിങ്ങൾക്ക് കോമ്പിനേഷൻ കഴിക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടമില്ലത് എന്താണെന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കല്ലേ.